നോക്കാം. ഇനി വേണ്ടത് 2.5 മീറ്റർ ക്രേപ്പ് ഫാബ്രിക് തുണിയാണിത്. ഇതുപോലെ 4 ലെയറായിട്ട് മടക്കുക. സൈഡിൽ ഫ്ലീറ്റ്സ് വരുന്ന പാൻറ്റാണ് ഇവിടെ തയ്ക്കുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് മടക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വീതി വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഈ ഫുൾ വീതിയും ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിവിടെ ക്രച്ച് ലെങ്ത് അടയാളപ്പെടുത്തുകയാണ്. എൻ്റെ ക്രച്ച് ലെങ്ത് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്. ഇപ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തെ ആംഗിളിൽ വീതി വരുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുമ്പോൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് മുകളിലേക്ക് ക്രച്ച് ലെങ്ത്തിൻ്റെ പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിത് വെട്ടിമാറ്റും. ഇനി ആ മുകളിലത്തെ ആ മടക്കിയ ഭാഗം നമ്മൾ വെട്ടി മാറ്റാണത്. എന്നാലേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 തുണി കിട്ടുള്ളൂ. ഇതുപോലെ തുണി മടക്കിയ ശേഷം റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് ഓപ്പണിങ് ചെയ്ത വശത്ത് നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തി ആ പോയിന്റിൽ നിന്ന് മുതലായിരിക്കും നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നത്. അതുകൊണ്ട് അവിടെ നമുക്കൊരു ചെറിയൊരു കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ മുതൽ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് വരിക. ഇവിടെ ഇപ്പോൾ കാണുന്നത് താഴത്തെ ആംഗിൾ ഭാഗം 2 ഇഞ്ച് വലുപ്പത്തിൽ മടക്കി തയ്ച്ചേക്കുന്നതാണത്. ഇനി ഇവിടുന്ന് താഴെ മുതൽ മുകളിലെ ആ ക്രച്ച് ഏരിയ വരെ തയ്ച്ചെടുക്കുക. നിങ്ങൾക്കിതിൽ കാണാം, ഞാൻ പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ഈ എൻഡ് വരെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഇതുപോലെ 2 ലെഗും ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇനി നമുക്കിതെങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം. ഇനി ഫ്ലീറ്റ്സ് ഇടുന്നതാണ്. ഇതുപോലെ റൈറ്റ് സൈഡിലേക്കും മറ്റ് ലെഗ് റൈറ്റ് സൈഡിലേക്കും ഇതുപോലെ ഫ്ലീറ്റ്സ് ഇടുക. നമ്മളിപ്പോൾ 2 ഫാബ്രിക്കിലും ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. ഇപ്പം നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ലെഗിൻ്റെ ഫ്രണ്ട് വശമാണിത്.
ഇതിൻ്റെ വീതി വരുന്നത് 11.5 ഇഞ്ചാണ്. സെയിം വീതി തന്നെയാണോ അപ്പുറത്തെ ലെഗിലും വരുന്നതെന്ന് നമ്മൾ നോക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചീത്ത വശമാണ്. ഇതുപോലെ എഫ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താം. ഇത് ഫ്രണ്ട് വശമാണത്. ഇനി നമ്മൾ ആ ക്രച്ചിൻ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ഈ 4 പീസും. അതിനെന്ന് വെച്ചാൽ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ഈ 2 തുണി ഇതുപോലെ നല്ല വശവും ചേർത്ത് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് സൈഡും നല്ല വശവും ചേർത്ത് പിടിച്ച് അത് തിരിച്ച് നമുക്ക് ഇതുപോലെ കാണുന്ന പോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വശവും ബാക്ക് വശവും പിൻ ചെയ്തു. ഇനി ഇത് രണ്ടും ഇതുപോലെ വലിച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കാം. എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് വയ്ക്കാൻ പോവാണ്. ഇതുപോലെ ഇവിടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 40 ഇഞ്ചസ് ആണ്. അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് വരുന്നത് 6 ഇഞ്ചും ബാക്കി പോർഷൻ വരുന്നത് 34 ഇഞ്ചസും ആണ്. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ബാൻഡ് എങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം. വേസ്റ്റ് ബാൻഡ് നീളമാണ് 6 ഇഞ്ച് വരുന്നത്. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്തും വെച്ച് തയ്ച്ചെടുക്കുക.